ഓർമ്മച്ചപ്പിലേക്ക് സ്വാഗതം. ഇന്ന് റോമ സാമ്രാജ്യത്തിൽ 4-ാം നൂറ്റാണ്ടിൽ ആഘോഷിച്ചിരുന്ന റോസാപ്പൂക്കളുടെ ഉത്സവം. ഈ റോസാപ്പൂക്കളുടെ ഉത്സവം റൊസാലിയ ഉത്സവം എന്ന് പറഞ്ഞിരുന്നു. ഇതിൻ്റെ ആരംഭം തന്നെ മരിച്ചു കഴിഞ്ഞാൽ കുടിമാടങ്ങളിൽ റോസാപ്പൂകൾ കൊണ്ട് വച്ച് ആദരവ് നടത്തുന്ന ഒരു ചടങ്ങ്. ആ മരിച്ച ആൾക്ക് ആദരവ് പുഷ്പാദരവ് നടത്തുന്ന ഇതിൽ നിന്നാണ് ഈ റോസാപ്പൂക്കളുടെ ഉത്സവം ആരംഭിച്ചത്. ഇത് റോമാ സാമ്രാജ്യത്തിൽ മെയ് മാസം മുതൽ ജൂലൈ പകുതി വരെ ഉള്ള കാലഘട്ടത്തിലാണ് ഇത് ആഘോഷിച്ചിരുന്നത്. സാംസ്കാരികവും വ്യക്തിപരമായ കാരണങ്ങളാൽ അന്ന് വ്യക്തികൾക്ക് മരിച്ചു കഴിഞ്ഞാൽ വിവിധ ശ്രദ്ധാഞ്ജലികളിലൂടെ ആദരിക്കാറുണ്ട്. അതിൽ ഒന്നാണ് ഈ റോസാപ്പൂ വച്ചുള്ള ആദരവ്. ഈ റോസാപ്പൂവിൻ്റെ ഉത്ഭവം ഗ്രീക്ക് മിത്തോളജിയിൽ പറയുന്നുണ്ട്, ഗ്രീക്ക് പുരാണത്തിൽ പറയുന്നുണ്ട്. ഇറോസ് ദേവൻ എന്ന് പറയുന്നത് ഈ ഗ്രീക്ക് മിത്തോളജിയിലെ സ്നേഹദേവനാണ്. ഈ സ്നേഹദേവനെ അന്നത്തെ രാജകുമാരി പ്രണയിക്കുകയാണ്. സൈക്കിൻ്റെ പ്രണയം ദേവൻ ആദ്യം നിരസിക്കുമ്പോൾ അവൾ തൻ്റെ ഹൃദയം ദേവന് സമർപ്പിക്കുകയാണ്. ഇത് സമർപ്പിക്കുമ്പോൾ ഇറോസിന് അവളോട് വാത്സല്യം തോന്നുകയാണ്. അവളെ പരിണയിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് ദേവൻ സൃഷ്ടിക്കുന്നതാണ് റോസാപ്പൂ. ഈ റോസാപ്പൂവിൻ്റെ വളർച്ചയ്ക്ക് അല്ലെങ്കിൽ അതിന് ഈ ദേവൻ്റെ രക്തമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. റോസാപ്പൂവിൻ്റെ വളർച്ചയ്ക്ക് ഇറോസിൻ്റെ രക്തം ഒഴിച്ചു കൊടുക്കുകയാണ്. ഈ റോസാപ്പൂ തന്നെ 2 തരമുണ്ട്. വയലറ്റ് ഉണ്ട്, അതുപോലെ തന്നെ റെഡ്, ചുവന്നതുണ്ട്. ചുവന്നത് വസന്തകാലത്തിൻ്റെ അവസാനവും വയലറ്റ് വസന്തകാലത്തിൻ്റെ ആദ്യവും ഉണ്ടാവുന്നു എന്ന് റോമാ സാമ്രാജ്യത്തിലുള്ള അന്നത്തെ സാംസ്കാരിക ജീവിതത്തിൽ കാണാം. ഇതാണ് റോസാപ്പൂക്കളുടെ ഉത്സവം. AD 4-ാം നൂറ്റാണ്ടിൽ റോമാ സാമ്രാജ്യത്തിൽ നടന്നിരുന്നു. ഇതാണ് ഇന്ന് പറയാനുള്ളത്. നന്ദി, നമസ്കാരം.